10 മണിയോടെ പിണറായി പെട്രോൾ പമ്പിനടുത്ത് വെച്ചാണ് സംഭവം. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും പിണറായിയിലെ വർക്ക്ഷോപ്പിലേക്ക് നടന്നു വരികയായിരുന്ന രമിത്തിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. CPM പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് BJP നേതൃത്വം ആരോപിച്ചു. കഴുത്തിനും തലയ്ക്കും മാരകമായി മുറിവേറ്റ രമിത് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ബഹളം കേട്ടെത്തിയ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. അരമണിക്കൂറോളം റോഡിൽ കിടന്ന മൃതദേഹം എക്സൈസ് വകുപ്പിന്റെ ജീപ്പിലാണ് തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത്. BJPയുടെ സജീവ പ്രവർത്തകനാണ് ടാക്സി ഡ്രൈവർ കൂടിയായ രമിത്. രമിത്തിന്റെ പിതാവ് ഉത്തമൻ നേരത്തെ ചാവശ്ശേരിയിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വളാങ്കിച്ചാലിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി കുഴിച്ചാലിൽ മോഹനനെ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് രമിത്തിനെ കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട്. പിണറായിയിലും പരിസരങ്ങളിലും വൻ പോലീസ് സംഘം കാവലുണ്ട്. രാഷ്ട്രീയ കൊലപാതകം പടരാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കണ്ണൂരിൽ CPM അണികളെക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്ന് O രാജഗോപാൽ MLA അറിയിച്ചു. ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ തയ്യാറാവണം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.